ചിലപ്പോൾ 1-2 സീറ്റുകൾ ഞങ്ങളുടെ ചില എന്താ പറയേണ്ടത് ഒരു ഉറച്ച സീറ്റുകളായി കണക്കാക്കിയിരുന്ന 1-2 സീറ്റുകൾ ചിലപ്പോൾ മാറ്റം വരാം. പക്ഷെ അതിന് പകരം പ്രതീക്ഷിക്കാത്ത സീറ്റുകൾ ലഭിക്കുകയും ചെയ്യാം. മേയർ കാൻഡിഡേറ്റ് 101% ജയിച്ചിരിക്കും. ഒരു കളിയുടെ ആവശ്യമില്ല. മര്യാദയ്ക്ക് ലൈറ്റ് കത്തും, ഞങ്ങൾ ജയിക്കും. ഏതാ അല്ല, അത് നമ്മുടെ തലസ്ഥാനത്ത് കുറെ കാലങ്ങളായി തെരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയേണ്ടത് മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്നൊരു ട്രെൻഡ് നമുക്ക് ലഭിക്കാറില്ല. ഇപ്പോ 2011 ഏറ്റവും കുറഞ്ഞ പോളിംഗ് അന്ന് ഞാൻ മത്സരിച്ച വട്ടിയൂർക്കാവിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ 16,000 വോട്ടിന് ജയിച്ചു. പല ഘടകങ്ങളും ഉണ്ടാവും. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് പറഞ്ഞല്ലോ, ഈ വോട്ടർ പട്ടിക മൊത്തം കൺഫ്യൂഷനായിരുന്നു. അത് കാര്യമായി തന്നെ പോളിംഗിനെ ബാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ചിലർക്ക് തന്നെ ഇത്തവണ വോട്ടില്ല. അത് സാധാരണ അങ്ങനെ പതിവുള്ളതല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇത്തവണ. പിന്നെ ബൂത്ത് മാറിക്കിടക്കുന്നു. ഒരു വീട്ടിൽ 4 വോട്ടുണ്ടെങ്കിൽ 2 വോട്ട് ഒരു ബൂത്തില്, 2 വോട്ട് മറ്റേ ബൂത്തില്, വേറെ ബൂത്ത് മാത്രമല്ല വേറെ പോളിംഗ് സ്റ്റേഷനിൽ. അങ്ങനത്തെ അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ ഇത്തവണ ബൂത്തിൽ ഇരുന്ന പ്രവർത്തകർക്ക് നല്ല ജോലിയായി. പലരും വോട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വന്നു. അത് കണ്ടുപിടിക്കേണ്ട ജോലി ഇത്തവണ പ്രവർത്തകർക്ക് സാധാരണ ഇലക്ഷനേക്കാൾ കൂടുതൽ ഈ വോട്ട് കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ജോലിയാണ്. അതിൽ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്ന്, അവസാന ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ വോട്ട് ചേർക്കാൻ എടുത്ത തീരുമാനം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഇതൊക്കെയുണ്ടെങ്കിൽ പോലും UDF ഈ തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലും നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്ക് മനസ്സിലായി.